വെളുപ്പിന് 4 മണി കഴിഞ്ഞപ്പോൾ ഒരു മാർക്കറ്റ്. ചിന്തിക്കാൻ പറ്റുമോ? ഇതുവരെ എൻ്റെ വ്ളോഗ് കണ്ട ആരും ഇങ്ങനെ ഒരു കാഴ്ച കണ്ടിട്ടുണ്ടാവില്ല. ഞാനും ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുവെങ്കിൽ, വ്ളോഗ് കാണുന്നുവെങ്കിൽ, ഞാൻ ബോംബെയിൽ നിന്നാണ്. ഞങ്ങൾ താമസിക്കുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെയുള്ള റോഡിലെ കാഴ്ചകളാണിത്. മെയിൻ മാർക്കറ്റാണ് ഈ റോഡ്. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ എനിക്ക് ഇച്ചിരി സൗണ്ട് മതി, ഞാൻ പെട്ടെന്ന് ഉണരുമേ, അത്ര കോൺഷ്യസാണ്. പക്ഷേ ജോസാൻ നേരെ തിരിച്ചും. അപ്പോൾ ഒരു ഷട്ടർ പൊക്കുന്ന സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ ഉണർന്നുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാൻ വേണ്ടി കതവ് തുറന്നിറങ്ങിയപ്പോൾ പുറത്തെ കാഴ്ച കണ്ട് എനിക്ക് തന്നെ അതിശയം തോന്നി, ഇതെന്താ ഈ കാണുന്നതെന്ന്. കാരണം വെളുപ്പാൻ കാലത്ത് പൂത്ത ഉറക്കത്തിൻ്റെ സമയമാണ് ഈ സമയം എന്ന് പറയുന്നത്. ഇവിടെ നല്ല രീതിയിൽ കച്ചവടം നടക്കുകയാണ്. അപ്പോൾ ഇന്നലെ രാത്രി തന്നെ അറിയിപ്പുണ്ടായിരുന്നു, ഈ റോഡിൽ കൂടി അനൗൺസ് ചെയ്തായിരുന്നു, ഇന്ന് മുതൽ സ്ട്രിക്റ്റ് ആയിരിക്കും, കടകളൊന്നും കാണില്ല, ബാജിക്കാരെ ഇരുത്തില്ല എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ബാജിക്കാരെ വീണ്ടും അവർ പകല് കച്ചവടം ചെയ്യാൻ സമ്മതിക്കത്തില്ലല്ലോ. അതുകൊണ്ട് വെളുപ്പിന് പോലീസുകാർ വരുന്നതിന് മുമ്പ് തന്നെ ഇവർ കച്ചവടം നടത്തുന്ന കാഴ്ചയാണിത്. എനിക്ക് മനസ്സിലാവാത്തത്, ഈ ആളുകൾക്ക് ഇതെങ്ങനെ മനസ്സിലായി ഇവർ തുറന്നിട്ടുണ്ടെന്നുള്ളൂ. കാരണം റോഡ് സൈഡാണെങ്കിൽ മനസ്സിലാവും, ഞങ്ങൾക്കൊക്കെ മനസ്സിലാവും. പക്ഷെ ഇത്രയും പബ്ലിക് എങ്ങനെയാ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ രാവിലെ 5:15 കഴിഞ്ഞ് ജോസാനും താഴോട്ട് ഇറങ്ങുമ്പോൾ പബ്ലിക് ഒത്തിരിയുള്ള സമയത്ത് ഇവിടുന്ന് സാധനം മേടിക്കാൻ പോകാറില്ല. റോഡൊക്കെ ഒരു ഇച്ചിരി ഒഴിയുന്ന സമയത്താണ് എപ്പോഴും പോയി മേടിക്കുന്നത്. ഇത് വെജിറ്റബിൾസ് കുറച്ച് വേണം, കൂടുതലും സലാഡിൻ്റെ ഐറ്റംസാണ് വേണ്ടത്. പിന്നെ ഫ്രൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കണം. എന്നും പോകാറില്ല, 4-5 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ഇതുപോലെ പോയി മേടിച്ചുകൊണ്ട് വരുന്നത്. നേരത്തെ ഈ വടാപ്പാവ്, മഞ്ചൂരിയനൊക്കെ വിട്ടുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പം ഈ പച്ചക്കറിയാണ് വിൽക്കുന്നത്. കാരണം പച്ചക്കറിയും ഫ്രൂട്ട്സും അങ്ങനെയൊക്കെയുള്ളതല്ലേ വിൽക്കാൻ പെർമിഷൻ ഉള്ളൂ. അവർക്കും ജീവിക്കണമല്ലോ. പിന്നെ ഇപ്പോൾ പഴയതുപോലല്ല, വെജിറ്റബിൾസിനൊക്കെ നല്ല വിലയാണ്. അവർ എത്രയാ ചോദിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. പഴയതുപോലെ നമുക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല, അതുപോലെ നമുക്ക് സെലക്ട് ചെയ്ത് എടുക്കാൻ പറ്റില്ല. അവർ ഏത് തരുന്നോ അത് മേടിച്ചുകൊണ്ട് വരണം. കടയിലാണെങ്കിലും അരി സാധനങ്ങളൊക്കെ മേടിക്കാൻ പോയാലും കടയ്ക്കകത്ത് നമ്മളെ കയറ്റില്ല, പുറത്തു നിന്ന് ഓർഡർ എടുക്കും, അവർ തരുന്നത് നമ്മൾ മേടിച്ചുകൊണ്ട് വരണം. അതാണ് രീതി. തേങ്ങയ്ക്കൊക്കെയാണെങ്കിൽ ഭയങ്കര വില. അപ്പോൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ മേടിച്ച്, കൂടുതലും സലാഡിൻ്റെ സാധനങ്ങളാണ് മേടിച്ച്. പിന്നെ പേരയ്ക്ക, മുന്തിരിങ്ങ ഒക്കെ മേടിച്ചു. ഇനി എന്തായാലും കിടക്കത്തില്ലല്ലോ, നേരെ വെളുത്ത് 4:30 തൊട്ട് ഇതിൻ്റെ പുറവേ നടക്കുക. ഇനി ഇതെല്ലാം ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെക്കണം. സമയമുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ചെയ്താൽ മതി. ഇഷ്ടംപോലെ സമയമുണ്ടെന്ന്. ആ ഗാലറിയിൽ പോയി നിന്നാണ് ഏറ്റവും കൂടുതൽ സമയം പോകുന്നത്. ഇപ്പോൾ കണ്ടോ, 5:45 കഴിഞ്ഞു. പോലീസുകാർ വന്നിട്ട്, വെളുപ്പിന് 5:45 5:45 കഴിഞ്ഞു. കുയിലിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? കാക്കകളുടെയും. പോലീസുകാർ വന്ന് എല്ലാം അടപ്പിച്ചു. ചിക്കൻ ഓർഡർ ചെയ്യുകയും, താഴെ നിന്ന് എനിക്ക് ഫോൺ ചെയ്തു ചോദിച്ചാൽ ചിക്കൻ ഓർഡർ ചെയ്തു, അടച്ചു, അകത്ത് ഓർഡർ ചെയ്തിട്ടുണ്ട്. അവരത് പീസാക്കിയിട്ട് പുറത്ത് വന്ന് തരും. നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, പലതരം കിളികളുടെ സൗണ്ട്, കാക്ക, കുയിൽ, എല്ലാം കൂടെ ഭയങ്കര നമ്മൾ നാട്ടിൽ നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഇപ്പോൾ. ഇപ്പോൾ നേരം പരപരാ വെളുത്ത് വരുന്നുണ്ട്. സൂര്യനെ ഒന്നും കാണാനില്ല, ആകാശം കാണാം. ഇന്നലെ രാത്രി ഒത്തിരി ലേറ്റായിട്ടാണ് കിടന്നത്. വെളുപ്പിന് എനിക്ക് തോന്നുന്നു 1 മണി 2 മണിയോട് അടുപ്പിച്ചാണ് ഞാൻ കിടന്നപ്പോൾ തന്നെ കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ന് വെളുപ്പിന് 4:30 ആയപ്പം എണീറ്റ്. ഇന്ന് രാവിലെ അവൽപുട്ടാണ് ഇവിടെ ഇപ്പോൾ ഹിറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായത്. ജോസാൻ എപ്പോഴും കൊടുത്താലും കഴിച്ചോളും, അത്രയ്ക്ക് ഇഷ്ടമായി അവൽപുട്ട്. ഇതിൻ്റെ ഫുൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് തേങ്ങ ഇട്ടും ചെയ്യാം, തേങ്ങ ഇല്ലാതെയും ചെയ്യാം. എനിക്കും തേങ്ങ ഇട്ട് ലേശം പഞ്ചസാര ഇട്ട് കഴിക്കുന്നതാണ് നല്ലൊരു അരിപ്പുട്ടിൻ്റെ ടേസ്റ്റ് കിട്ടും അന്നേരം. ഇതിപ്പോൾ ഞങ്ങൾ ക്യാരറ്റ് ഇട്ടാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കയ്യിലുള്ള എന്ത് കൂട്ടാനുണ്ടോ അത് കൂട്ടി വേണേൽ കഴിക്കാം. ഞങ്ങളിപ്പോൾ ഈ പുട്ടും അതിൻ്റെ കൂടെ മുന്തിരിങ്ങ, ജോസാന് ഭയങ്കര ഇഷ്ടമാണ് മുന്തിരിങ്ങ, അതുപോലെ തന്നെ പഴുത്ത മാങ്ങ, ഇതൊക്കെ കൂട്ടി ഈ പുട്ടൊക്കെ തിന്നുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് നേരത്തെ എണീറ്റില്ലേ. സാധാരണ എന്നും രാവിലെ എണീറ്റാൽ ആദ്യം ബൈബിൾ വായിക്കും, പ്രാർത്ഥിക്കും, അതിനുശേഷമാണ് ഗാലറി പോയി നിൽക്കുകയാണെങ്കിലും കിച്ചണിലാണെങ്കിലും ഒക്കെ ജോലി ചെയ്യുന്നത്. ഇന്ന് പക്ഷേ അത് നടന്നില്ല. എണീറ്റുടനെ അവിടെ പോയി നിന്ന് സമയം പോയി. അതിനുശേഷം കുറേ നേരം ബൈബിൾ വായിച്ചു, അതിനുശേഷം പ്രാർത്ഥിച്ചു, 2 പേരുടെ ഫാമിലി പ്രെയർ, അതൊക്കെ കഴിഞ്ഞിട്ടാണ് അടുക്കളയിലോട്ട് ഇറങ്ങിയത്. കാരണം ഇന്നത്തെ ഈ ബാക്കി ദിവസം ബാക്കിയുള്ള സമയം മൊത്തം നമ്മുടെ
വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ചിലവാക്കുന്നു. അപ്പോൾ പ്രാർത്ഥിച്ച് ഒരു ദിവസം തുടങ്ങുന്നത് അതിൻ്റെ ഒരു എനർജി, സന്തോഷവും ദൈവത്തിന് കൊടുക്കാനുള്ള നന്ദി കൊടുത്തിട്ട് ഇറങ്ങുന്നതും അത് ഏറ്റവും നല്ലതാണ്. കാരണം രാത്രിയിൽ നമ്മൾ സുഖമായിട്ട് ഇറങ്ങി, നല്ലൊരു പകല് ദൈവം തന്നു, അപ്പോൾ അതിനൊക്കെ നന്ദി പറയാം. ഇന്ന് പതിവില്ലാതെ ഞാൻ ഒരു കട്ടൻ കാപ്പി കുടിച്ചു. എൻ്റെ വീട്ടിൽ കുഞ്ഞിലെ, നിങ്ങൾ ആരൊക്കെ അങ്ങനെ കുടിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല, കൊച്ചിലെ എൻ്റെ വീട്ടിൽ രാവിലെ എണീറ്റാലോടൻ കട്ടൻ കാപ്പിയായിരുന്നു. കട്ടൻ ചായയല്ല, കട്ടൻ കാപ്പി. പിന്നെ വലുതായി ബോംബെയിലൊക്കെ വന്നതിന് ശേഷമാണ് ഈ ചായശീലം തുടങ്ങിയത്. ഇവിടെ ബോംബെ വന്നേ പിന്നെ കട്ടൻ കാപ്പി അങ്ങനെ കുടിക്കാറേ ഇല്ല. വല്ലപ്പോഴും ഒക്കെ ഇങ്ങനെ തോന്നും, അല്ലെങ്കിൽ ഭയങ്കര തലവേദനയൊക്കെ വരുമ്പം ഒരു കട്ടൻ കാപ്പി കുടിച്ചാൽ അങ്ങ് ഓക്കെ ആവും. അത് മനസ്സിൻ്റെ ഒരു തോന്നലായിരിക്കാം. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം കട്ടൻ കാപ്പി തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ തന്നെ കുറേ റോഡുകൾ ഇതുപോലുണ്ട്. അവിടെ എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ മാർക്കറ്റുകളും ഉണ്ട്. അപ്പോൾ പോലീസുകാർ ആദ്യം ഇവിടെ പാണിങ് കൊടുത്തിട്ട് മേലെ റോഡിലോട്ട് പോകുമ്പോഴത്തേക്ക് ഇവരിവിടെ വീണ്ടും ചെറുതായിട്ട് തുറന്നു വെക്കും. ഇവരെന്ന് പറയുന്നത് നേരത്തെ മഞ്ചൂരിയൻ വിൽക്കുന്ന തട്ടുകടയായിരുന്നു. ഇപ്പോൾ അത് മാറ്റി പച്ചക്കറിയാണ് വിൽക്കുന്നത്. എല്ലാവർക്കും ജീവിക്കണമല്ലോ. പേരയ്ക്ക് 30 രൂപയായി. നമുക്ക് 40-നല്ലേ കിട്ടിയ, ഇപ്പം 30. അവർക്കും ജീവിക്കണ്ടേ. മുന്തിരിങ്ങ വാരി ഇട്ട് കൊടുക്കുന്നു. ഇതിലും റേറ്റ് കുറച്ചിട്ടില്ലെന്ന് തോന്നുന്നേ. സെയിം വില തന്നെ കൊടുക്കത്തില്ല. മുന്തിരിങ്ങ വാടിക്കാൻ ആളുകളല്ല. നേരം വിളിച്ച് 4:30 തൊട്ട് ഇവിടെ നിപ്പ് തുടങ്ങിയതാ. അകത്തോട്ട് പോകാൻ വീണ്ടും വരും, അകത്തോട്ട് പോകാൻ വീണ്ടും വരും. അപ്പം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ മല്ലിയും മുളകും, എനിക്ക് മുളക് പൊടി മല്ലിപ്പൊടിയും കിട്ടിയില്ല, അങ്ങനെ മേടിച്ചു. പിന്നെ പൊടിച്ചു വെക്കണമെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അങ്ങനെ പൊടിച്ചു വെക്കണം. അപ്പോൾ അതിന് മുമ്പ് ഞാൻ ബൈ ചാൻസ് പൊടി ഇല്ലാത്തപ്പം ഇങ്ങനെ വറക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അളവ് എനിക്ക് കറക്റ്റ് അറിയില്ല. 1 സ്പൂൺ മല്ലി എടുത്താൽ എത്ര പൊടി കിട്ടുമെന്ന്. അപ്പം ഞാനിപ്പോൾ ഒരളവനുസരിച്ച് കുറച്ച് ഇട്ടിട്ടൊന്ന് പൊടിച്ച് നോക്കുവാണ്. ഇത് പൊടി കിട്ടുമ്പം എത്ര സ്പൂൺ കിട്ടുമെന്നറിയാൻ വേണ്ടി. അപ്പോൾ അഥവാ പൊടി ഇല്ലെന്നുണ്ടെങ്കിലും, ഞാൻ പൊടിച്ചില്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ എടുത്ത് കണക്ക് അനുസരിച്ച് അങ്ങ് ചൂടാക്കി പൊടിച്ചാൽ മതിയല്ലോ. അതുപോലെ തന്നെ കുറച്ച് മുളകും ഇതുപോലെ വറുത്ത് വെച്ചിട്ടുണ്ട്. എണ്ണയൊന്നും ഇടാതെ ചൂടാക്കി എടുത്തതാണേ. എന്നിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാൻ. അപ്പോൾ എത്ര സ്പൂണ് കിട്ടുമെന്ന് അറിയാൻ. അപ്പോൾ ഇതിപ്പം 12 ടേബിൾ സ്പൂൺ മല്ലി, ഒരു 22 മുളകും എടുത്തിട്ടുണ്ട്. എന്നിട്ട് നോക്കട്ടെ ഇത് പൊടിക്കുമ്പം എത്ര സ്പൂൺ കിട്ടുമെന്ന്. ഒരു ഏകദേശ കണക്ക് നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇതിനെ 2 ഇച്ചിരി കൂടെ 2 കൂട്ടാം. അപ്പോൾ ഒരു ഏകദേശം 10 മുളകെന്ന് പറയുന്നത് ഇതിനൊരു സ്പൂണ്. അപ്പോൾ ഞാനിത് പറഞ്ഞത് എൻ്റെ പോലെ ആരുടെയെങ്കിലും വീട്ടിൽ മുളക് പൊടി മല്ലിപ്പൊടി ഇല്ല, പകരം മുളകും മല്ലിയെ മേടിച്ച് അത് ഒരുമിച്ച് പൊടിച്ച് വെച്ചില്ല എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വരുമ്പോൾ ഇതുപോലെ വറുത്ത് പൊടിക്കാൻ ഒരു കണക്ക് മനസ്സിലാക്കി വെക്കാമല്ലോ. വലിയ വ്യത്യാസമൊന്നും വരത്തില്ല ഞാൻ ഈ പറഞ്ഞതും നിങ്ങളുടെ കയ്യിലുള്ളതും. പിന്നെ വലിയ ഭയങ്കര നീളമുള്ള മുളകാണെങ്കിൽ ചിലപ്പോൾ വ്യത്യാസം വന്നേക്കാം. ഇത് കാശ്മീരി അല്ല, സാധാ മുളകായിരുന്നേ. അതാണോ? അതാണ്ടേ മല്ലിപ്പൊടി 7 സ്പൂൺ പൊടി കിട്ടി. ലോക്ക്ഡൗണും കൊറോണയും ഒക്കെ വന്നതിൽ പിന്നാണ് ഇത്രയും ന്യൂസ് കേൾക്കുന്നത്. നേരത്തെ ന്യൂസ് കേൾക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇത്രയില്ലായിരുന്നു. ഇതിപ്പോൾ രാവിലെ എണീറ്റ് വരുമ്പോൾ മുതൽ രാത്രി കിടക്കുന്നത് വരെ, ഗൾഫ് ന്യൂസ് തീരുന്നത് വരെ ഏഷ്യാനെറ്റിലെ ന്യൂസ് തന്നെ കാണുന്നത്. ജീവിക്കുന്നത് ബോംബെയിലാണെങ്കിലും ഇവിടുത്തെ വാർത്തകളേക്കാൾ കൂടുതൽ നാട്ടിലെ ന്യൂസ് തന്നെ അറിയാനാണ് താല്പര്യം. അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നതും. അതിനിടയ്ക്ക് ഞാൻ ഇതിലേ പോയ കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുകയും ചെയ്യും. ഉച്ചക്കത്തേക്ക് മത്തങ്ങ കറി വെക്കുന്നത്. ഇന്ന് മേടിച്ച മത്തങ്ങ, അപ്പോൾ ഫ്രഷായിട്ട് തന്നെ മത്തങ്ങ കറി വെക്കാമെന്ന് വെച്ചു. തോരൻ വെക്കാൻ ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ കുറേ ദിവസമായിട്ട് മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. നോക്കിയപ്പോൾ ചെറുതായിട്ട് ഞെങ്ങി തുടങ്ങി. അങ്ങനെയുള്ള ബീട്രൂട്ട് ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് നേരം ഇത് വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ നല്ല ഫ്രഷായിട്ട് നമുക്ക് കിട്ടും. നന്നായിട്ട് ചെത്താനും അരിയാനും ഒക്കെ പറ്റും. ആ ഞെങ്ങലങ്ങ് മാറി കിട്ടും. കുറേ നേരം. കറിക്ക് അരപ്പിന് വേണ്ടി എടുത്തിരിക്കുന്നത് കുറച്ച് തേങ്ങയൊക്കെ കുറച്ചേ എടുത്തിട്ടുള്ളൂ. ഞാനിത് പയറിടാതെ പ്ലെയിനായിട്ടാണ് മത്തങ്ങ കറി വെക്കുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, ജീരകം, പച്ചമുളക് എരി അനുസരിച്ചെടുക്കാം. 2 അല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ അരച്ചെടുക്കണം. ഒത്തിരി അങ്ങ് പേസ്റ്റ് ആക്കണ്ട, എന്നാൽ ഒരു 80% അരയുകയും വേണം. മത്തങ്ങ വേവിക്കാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കറിവേപ്പില, കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടാണ് വേവിക്കാൻ വെച്ചത്. അത് വെന്ത ശേഷം ഉടച്ച് അരപ്പ് ചേർത്ത് തിളയ്ക്കുമ്പോൾ കടുതാളിച്ച് എടുക്കാം. എന്നത്തെയും പോലെ പബ്ലിക്കിൻ്റെ സുരക്ഷയ്ക്കായി ഇവരിവിടെ ഇരിപ്പുണ്ട്. അതിനിടയ്ക്ക് ഒരാൾ വന്ന് ചോദിക്കുന്നത് ഫുഡ് വേണോന്നാണ്. ഇവരാണ് ഈ തൊട്ട് മുമ്പിലെ ഈ വണ്ടി പാർക്ക് ചെയ്യുന്നിടത്തൊക്കെ ഫുഡ് വിതരണം ചെയ്യുന്നത്. അതിന് ഫ്രീ ആണോ പൈസയ്ക്കാണോ എന്നൊന്നും അറിയില്ല. അവർ ആ പോലീസിൻ്റെ അടുത്തും ചോദിച്ചതാ ഫുഡ് വേണോ. പക്ഷേ ഇവർക്ക് ഫുഡ് വേറെ പോലീസുകാർ തന്നെ കൊണ്ടു കൊടുക്കും.
പബ്ലിക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞപ്പോൾ റോഡ് കാലിയായപ്പോൾ ജോസം വണ്ടി ഒന്ന് കഴുകാൻ വേണ്ടി പോയതാണ്. മൊത്തത്തിൽ കഴുകുമല്ല, വെള്ളം ഒഴിന്ന് തുടച്ചെടുക്കാൻ വേണ്ടി 3-4 ദിവസത്തിന് മുമ്പ് പോയപ്പോഴേ പറഞ്ഞായിരുന്നു മൊത്തം പൊടി പിടിച്ച് കിടക്കുക. അപ്പോൾ ഈ അവസ്ഥയിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വണ്ടി സ്റ്റാർട്ടാകാതായാൽ ഇതിവിടെ സർവീസിങ്ങിന് കൊടുക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ തെള്ളിക്കൊണ്ട് പോകേണ്ട അവസ്ഥ വരും. അതൊക്കെ ഭയങ്കര മെനക്കേടാണ്. അതുകൊണ്ടാണ് ഈ 4-5 ദിവസം കൂടുമ്പോൾ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടുന്നതും ഇതുപോലെ തുടച്ചൊക്കെ ഇടുന്നതും. അപ്പം ഇത് മാത്രമല്ല, ഒരുമാതിരിപ്പെട്ട എല്ലാ വണ്ടിക്കാരും ഇപ്പം 2-3 ദിവസം കൂടുമ്പോൾ വന്ന ഓട്ടോ ആയാലും മറ്റേ കാറുകളായാലും ഒക്കെ കഴുകി തുടച്ചൊക്കെ ഇടുന്നുണ്ടല്ലോ. അതൊരു രക്ഷയില്ലല്ലോ. പക്ഷെ ചില ഓട്ടോകൾ പൊടി പിടിച്ച് അനക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ അടുക്കി അടുക്കി ഇട്ടേക്കും. അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ ഇങ്ങനെ കഴുകി തുടച്ചിടുന്നതിനും ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഗ്രൗണ്ടിൽ തന്നെ സ്റ്റാർട്ട് ഇടുന്നതിനും അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ആരും ഒന്നും പറയാറുമില്ല. എല്ലാവരും അത് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഭയങ്കര ചൂടാണേ. ജോസാൻ പുറത്തുനിന്ന് കയറി വന്നപ്പോഴേ ദാഹിക്കുന്നേ, മോരും വെള്ളം തായോ നാരങ്ങ വെള്ളം തായോ എന്നും പറഞ്ഞാൽ വന്നേ. അപ്പം ഞാൻ കുറച്ച് മോരും വെള്ളം ഉണ്ടാക്കുക പെട്ടെന്ന്. ഒന്നുമില്ല, ഇഞ്ചി, പച്ചമുളക്, പിന്നെ കൊച്ചുള്ളി ഇല്ലാത്തതുകൊണ്ട് സവാള എടുത്തേക്കുന്നത്. അതൊക്കെ ഇതുപോലെ ഒന്ന് ചതയ്ക്കുമ്പോഴുണ്ടല്ലോ ആ മോരിനകത്തിട്ട് കലക്കുമ്പോൾ നല്ല അതിൻ്റെ ആ ടേസ്റ്റും സത്തും ഒക്കെ അങ്ങ് ഇറങ്ങും. എന്നിട്ട് കുറച്ച് തൈരെടുത്ത് കലക്കുക, ഉപ്പിടുക, ഇത് ഇട്ട് കലക്കി വെള്ളമൊഴിച്ച്, തണുത്ത വെള്ളം ഉണ്ടെങ്കിൽ തണുത്ത വെള്ളം ഒഴിക്കുക, കുടിക്കുക. സിമ്പിൾ. അതുപോലെ ഈ അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുമ്പോൾ ഭയങ്കര ചൂടാണ്. അന്നേരം ഇതൊക്കെ കുടിക്കുമ്പോൾ ഉള്ളൊരു ആശ്വാസം അത് ഭയങ്കരമാണ്. അപ്പോൾ തോരനുള്ളതും അരിഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, അതിന് ചെറുതായിട്ട് ഞെങ്ങ് തുടങ്ങിയതുകൊണ്ട് അത് മൊത്തം ഞാനിങ്ങ് എടുത്തു. ഈ തോരൻ അരിയുന്ന സമയമാണ് ഞാൻ ഫോൺ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഹെഡ്ഫോൺ വെച്ചിട്ട് ആർക്കൊക്കെ സംസാരിക്കണം, ആദ്യം അമ്മയെ വിളിക്കും, പിന്നെ മൂത്ത ചേച്ചി, പിന്നെ ഇവിടുത്തെ ബോംബെയിലെ ചേച്ചി ബിജീസ് കിച്ചൺ, പിന്നെ ബ്രദർ, ഇവർക്കെല്ലാം വിളിച്ച്, പിന്നെ ആരെങ്കിലും പരിചയക്കാരുണ്ടെങ്കിൽ ഇവരെയൊക്കെ വിളിക്കുന്ന സമയം എന്ന് പറയുന്നത് ഈ തോരൻ അരിയുന്ന സമയമാണ്. അതപ്പോൾ അങ്ങനെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് കുറച്ച് സവോള, പച്ചമുളക്, കറിവേപ്പില, പിന്നെ തേങ്ങ, കുറച്ച് വെളുത്തുള്ളി ചതച്ചതോ അരിഞ്ഞതോ, ചെറിയ ജീരകം, നല്ല ജീരകം പൊടിച്ചത്, പിന്നെ ഞാൻ കുരുമുളക് ചേർക്കാറുണ്ട്. ബീട്രൂട്ട് തോരനും ബീട്രൂട്ട് മെഴുക്കുവരട്ടിയും ഒക്കെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഈ കുരുമുളക് പൊടി എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ ചേർത്തില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒന്ന് ചേർത്ത് നോക്കണേ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അപ്പോൾ ചിലപ്പോൾ മഞ്ഞൾപ്പൊടിയും ചേർക്കും. ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് തന്നെ ഒന്ന് നമുക്ക് ഞെരിടണം. ഈ മസാലകളെല്ലാം കൂടി മിക്സിയിലൊന്ന് ഒതുക്കി എടുക്കുന്നവരും ഉണ്ട്. അങ്ങനെയും ചെയ്യാം. ഞാൻ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. ഇനി ഒരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിയ ശേഷം നമ്മൾ ഇളക്കി വെച്ചിരിക്കുന്നത് ഇതിൽ വെച്ച് മീഡിയം തീയിൽ നമുക്ക് ചെറുതായിട്ട് ആവിയിൽ വേവിച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കണ്ട. അഥവാ വെള്ളം ചേർക്കുന്നുവെങ്കിൽ ഇങ്ങനെ കൈയും കൊണ്ടൊന്ന് തളിച്ചു കൊടുത്താൽ മതി. ഞാൻ തോരനുകൾക്കൊന്നും വെള്ളം ചേർക്കാറില്ല കേട്ടോ. ഇങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കത്തേ ഉള്ളൂ. അതാണ് രുചിയും. ഇവിടെ തോരൻ വെക്കുമ്പോൾ അധികം വേവിക്കാറില്ല. ഒരു അരപ്പരുവമാകുമ്പോൾ തന്നെ ഓഫ് ചെയ്യും. അതായത് ഒരു ക്രിസ്പി ടൈപ്പ്. പക്ഷേ ബീൻസും പയറും ഒക്കെ നന്നായിട്ട് വേവിച്ചേ പറ്റത്തുള്ളൂ. ബാക്കിയുള്ളതൊക്കെ അധികം വേവിക്കാറില്ല. പിന്നെ ഇന്നത്തെ തോരൻ എന്ന് പറയുന്നത് ഈ ചീനച്ചട്ടി എന്ന് പറയുന്നത് നല്ല ചൂട് നിൽക്കുന്നതാണ്. അപ്പോൾ ആ ചൂടത്തിരുന്നും അത് വേവും. അത് കണക്കാക്കിയാണ് ഞാൻ ഓഫ് ചെയ്യുന്നത്. അതായത് ഒരു ആവി വന്ന് ഇച്ചിരി കഴിയുമ്പോൾ തന്നെ ഞാൻ ഓഫ് ചെയ്തിടും. അങ്ങനെ നമുക്ക് ഗ്യാസും ലാഭിക്കാം, ആ ചൂടത്തിരുന്ന് നമ്മുടെ തോരൻ വേവുകയും ചെയ്യും. ഇതിപ്പോൾ ഇടയ്ക്ക് വിശക്കുമ്പോൾ ഈ തോരനെടുത്ത് കഴിച്ചില്ലെന്നുണ്ടെങ്കിൽ കുറേ ദിവസത്തേക്ക് ഈ തോരനുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ നിൽക്കുമെന്ന്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞെന്ന് തോന്നുന്നു, വീട്ടിൽ നിൽക്കുമ്പോൾ വിശപ്പ് ഭയങ്കരമാണ്. ഓഫീസിൽ പോകുമ്പോൾ രാവിലെ എന്തെങ്കിലും കഴിച്ചേച്ച് പോകും, പിന്നെ ഉച്ചയ്ക്ക് ടിഫിൻ, അത് കഴിഞ്ഞ് രാത്രി വീട്ടിൽ വന്നിട്ടുള്ള ഫുഡേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ എനിക്കറിയത്തില്ല എത്ര പ്രാവശ്യം ആ ഫ്രിഡ്ജ് പോയി തുറക്കുന്നു. അതിനകത്തൊന്നും ഉണ്ടായിട്ടല്ല, ഇടയ്ക്ക് തുറക്കും, വീണ്ടും അടയ്ക്കും, വീണ്ടും തുറക്കും, വീണ്ടും അടയ്ക്കും. അപ്പം സലാഡ് ബാക്കിയുണ്ടെങ്കിൽ അത്, പിന്നെ തോരനാണെങ്കിൽ അത്, കാക്കിടിയോ ബീട്രൂട്ടോ ഒക്കെയാണ് തിന്നുന്നത്. എൻ്റെ മാത്രമല്ല, ഇവിടെ 2 പേരുടെ അവസ്ഥ തന്നെയാണ്. പിന്നെ ഓഫീസിൽ ജോലി ചെയ്യുന്ന പിള്ളേരെ വിളിക്കുമ്പോൾ അവർക്ക് പറയാനും ഇതേ ഉള്ളൂ. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി എൻ്റെ പരിപാടി എന്ന് പറയുന്നത് ഇത് ക്ലീനിങ് ആണ്. ഇത് നീൽക്കമലിൻ്റെ ആണ്. ഞാൻ നോക്കട്ടെ, ആമസോണിൽ ലിങ്ക് കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നല്ലൊരു സംഭവമാണ്. ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഏറ്റവും നല്ലൊരു സംഭവം. ഞാനിത് മേടിച്ചിട്ട് 3 വർഷത്തിൽ കൂടുതലായി. ഇവിടെ ഒരു ഷോപ്പിൽ നിന്നും മേടിച്ചതാണ്. എൻ്റെ അത്യാവശ്യം വേണ്ട ചെറിയ ഡബ്ബകൾ, ചെറിയ പാത്രങ്ങൾ, പിന്നെ കുക്കിങ്ങിന് വേണ്ടി മേടിക്കുന്ന അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിനകത്താണ് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഈ ഹാളിൻ്റെ ഒരു മൂലയ്ക്കായിട്ട് ഇതിനെ ഇങ്ങനെ വെച്ചേക്കുന്നത്. ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അപ്പോൾ ഇത് ക്ലീനിങ് കഴിഞ്ഞിട്ട് ഇനി കുളിക്കണം, ഫുഡ് കഴിക്കണം. അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്യട്ടെ. അപ്പോൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, കുളി കഴിഞ്ഞു. ഇനിയിപ്പം തോരനും കറിയൊക്കെ ഓരോ പാത്രത്തിലോട്ടാക്കി മാറ്റി വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, അപ്പോൾ പാത്രങ്ങളൊക്കെ അപ്പോഴപ്പോൾ അങ്ങ് കഴുകി വെക്കാൻ പറ്റും. പിന്നെ ഇന്നലെ കഴുകിയ കുറച്ച് തുണികളുണ്ടായിരുന്നു, അതൊന്ന് മടക്കി വെച്ചു. ഡെയിലി വ്ളോഗ് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം ചിന്തിക്കുമായിരിക്കും, ഈ ചേച്ചിക്ക് സലാഡ് ഇല്ലാത്ത ഒറ്റ ദിവസം പോലും ഇല്ലയോ എന്ന്. സത്യമാണ്. എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളും എല്ലാ സാധനങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഉള്ളതിട്ട്
ഡെയിലി സലാഡ് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഞാൻ ഓഫീസിൽ പോകുമ്പോഴും സലാഡ് കൊണ്ടുപോകാറുണ്ട്. അത് പക്ഷേ ഒന്നുകിൽ കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ട് പോകും, ഉപ്പിടത്തില്ല, അരിഞ്ഞൊരു പാത്രത്തിലാക്കി കൊണ്ട് ഓഫീസിൽ ചെന്നിട്ടേ ഉപ്പ് ചേർക്കത്തുള്ളൂ, അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം ഇറങ്ങും. അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ തക്കാളി, കാക്കിടി, ക്യാരറ്റ് അങ്ങനെ തന്നെ കൊണ്ടുപോകും. ഓഫീസിൽ കിച്ചണുണ്ട്, അവിടെ വെച്ച് ഉച്ചയ്ക്ക് കട്ട് ചെയ്തിട്ട് സലാഡാക്കും. ചിലപ്പോൾ നാരങ്ങാനീര് ചേർക്കും, അതല്ലെന്നുണ്ടെങ്കിൽ തൈരും സെപ്പറേറ്റ് കൊണ്ടുപോകും. സലാഡിൽ മല്ലിയില ഇടുമ്പോൾ ഉള്ള ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ആദ്യം എനിക്കും ഇഷ്ടമല്ലായിരുന്നു, പലർക്കും ഇപ്പോഴും ഇഷ്ടമല്ല മല്ലിയില, പക്ഷെ ഇപ്പോൾ എനിക്കത് ശീലമായി. അപ്പോൾ നമ്മുടെ കൂട്ടാനുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഉച്ചയ്ക്കത്തെ ആഹാരം കഴിച്ചാൽ മാത്രം മതി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ നിർത്തുന്നു. എൻ്റെ അടുത്ത് പലരും കമൻ്റ് ഇട്ടൊക്കെ പറയുന്നതാണ്, ചേച്ചി ഫുൾ ഇല്ലെങ്കിലും ലഞ്ച് വ്ളോഗോ അല്ലെങ്കിൽ ഡിന്നർ വ്ളോഗോ ആണെങ്കിലും മതി, ഡെയിലി വ്ളോഗ് ഇടണേന്ന്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീണ്ടും പുതിയ വീഡിയോയുമായി വരാം. ടിൽ ദെൻ ബൈ, ഗോഡ് ബ്ലസ് യു.